ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കുഷ്യനിൽ എങ്ങനെയാണ് സ്മോക്കിംഗ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്കത് ചുരിദാറുകളിലും ഫ്രോക്സിലും ഒക്കെ കയറ്റാന്ന്. ഇന്നിപ്പം ഞാനത് ഫ്രോക്കിൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ ഞാൻ ഫ്രോക്കിൽ ചെയ്തതാണ്. അത് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഈ ഫ്രോക്കിൽ എങ്ങനെയാണ് സ്മോക്കിംഗ് കയറ്റുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. അല്ലാണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ബാൻഡ് റെഡിയാക്കാനായിട്ട് സ്മോക്ക് ചെയ്യാനായിട്ടുള്ള തുണി കോളംസ് വരച്ചെടുത്തു. ഇത് ഞാനിപ്പോൾ ഒരു 7 ഇങ്ങനത്തെ ലൈൻസുകൾ, ലെങ്ത് വൈസ് ഉള്ള ലൈൻസുകളാണ് വരച്ചേക്കുന്നത്. വിഡ്ത്ത് വൈസ് വരുന്നത് ഒരു 35 ലൈൻസ് വരച്ചു. അങ്ങനെ കോളംസുകളായിട്ട് 1/2 ഇഞ്ചിൻ്റെ കോളംസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഞാനത് സ്മോക്ക് ചെയ്തെടുക്കാൻ പോവാണ്. സ്മോക്കിംഗ് മെത്തേഡൊക്കെ ഞാൻ ആദ്യം കാണിച്ച കുഷ്യൻ്റെ മെത്തേഡ് തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടില്ല. ഡിസൈൻ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യാം. ഇപ്പം ഞാൻ സ്മോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു 2 ലൈൻ എന്ന പോലെയാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ കോളം വരച്ചപ്പോഴത്തേക്കും 7 ലെങ്ത് വൈസ് ലൈനും ഒരു 30 കോളംസുകളും വിഡ്ത്ത് വൈസ് ലൈൻസുമാണ്, 30 വിഡ്ത്ത് വൈസ് ലൈൻസുമാണ് ഇട്ടത്. അത് 1/2 ഇഞ്ച് വിഡ്ത്തിലാണ് ഓരോ കോളങ്ങളും എടുത്തത്. എന്നിട്ട് ഞാനിതൊരു സ്ട്രെയിറ്റ് ഒരു പീസായിട്ട് എടുത്തു. ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ വേസ്റ്റ് ബാൻഡ് പോലെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാനിതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഫ്രോക്ക് നമ്മൾ ചെയ്യാനായിട്ട് വേണ്ട തുണികളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് യോക്കിലേക്ക് ഈ ഒരു നെറ്റിൻ്റെ വർക്ക്ഡ് ആയിട്ടുള്ള നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു 1/2 മീറ്റർ വേണം. പിന്നെ നമുക്ക് അതിൻ്റെ ലൈനിങ് ആയിട്ട് സാറ്റിൻ്റെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ്റെ തുണി ഒരു 1.5 മീറ്റർ വേണം. ഇത് നെറ്റിൻ്റെ പീസാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിൽ കൊടുക്കുന്നത്, പ്ലെയിൻ നെറ്റ്. ഇത് ഞാനൊരു 80 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നത്. 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഡ്ത്ത് കൂടിയിട്ടുള്ള നെറ്റാണ്. അതായത് 50 ഇഞ്ച് വിഡ്ത്തുണ്ട് ഈ ഒരു നെറ്റിന്. അതുകൊണ്ടാണ് ഞാൻ 80 സെൻറ്റിമീറ്റർ എടുത്തത്. അല്ലാണ്ട് നിങ്ങൾ സാധാരണ 42 ഇഞ്ചിൻ്റെയൊക്കെ വിഡ്ത്താണെങ്കിൽ ഒരു 1.5 മീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്ത് ജോയിൻ്റ് കൊടുത്താലാണ് ആ ഒരു തിക്നെസ്സിൽ സ്കേർട്ട് വരുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ യോക്കിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ കൊടുക്കാൻ ഞാൻ നേരത്തെ സ്മോക്ക് ചെയ്ത് റെഡിയാക്കിയ ഒരു പീസ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇതുമാണ് നമുക്ക് ആവശ്യം. ഇത്രയൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഫ്രോക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഇതിപ്പം ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ലൈനിങ്ങിലേക്ക് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നീങ്ങിപ്പോവും. അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇതൊന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുക്കാൻ പോകണം. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ്ങിലേക്ക് ഈ നെറ്റ് പീസ് അടിച്ചു വെച്ചു. ഇനി നമ്മൾ ഈ ബാൻഡ് ഇവിടെ പിടിപ്പിക്കാൻ പോവാണ്. ബാൻഡായിട്ട് നമ്മൾ സ്മോക്ക് ചെയ്തെടുത്ത് വെച്ച പീസിനെയാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതാണ് ആദ്യം നമ്മൾ ഇതിനെ റിവേഴ്സ് എടുത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. കണ്ടോ? പിന്നെ ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ
റിവേഴ്സായിട്ട് വെച്ചിട്ട് ഇത് ഉള്ളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. കറക്റ്റ് സെൻറ്ററിലായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ നിന്ന് അത് കറക്റ്റ് കിട്ടിക്കോളും. ഇതിനിപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഉണ്ടോ? ഇനി നമുക്ക് അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ട് പോർഷൻ പിടിപ്പിക്കുമ്പോഴത്തേക്കും അത് പൊന്തി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് താഴെ വശവും കൂടി ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ തള്ളി കിടക്കുന്ന ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഇപ്പം നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബാക്ക് പീസ് ചെയ്ത് ബാക്ക് പീസ് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് സൈഡിൽ പൈപ്പിങ് പോലെ കൊടുക്കുന്നു. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതാ ഇപ്പം നമ്മുടെ ഫ്രോക്ക് റെഡിയായി. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ബാക്കിൽ ഒരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നമുക്ക് സ്മോക്ക് ചെയ്ത് കുഷ്യനിൽ ചെയ്യുന്ന ടൈപ്പ്. സാധാരണ സ്മോക്കിങ് ചെറിയ പിള്ളേരുടെ ഫ്രോക്കിൽ ചെയ്യാറുണ്ട്. ആ ടൈപ്പ് സ്മോക്കിങ് അല്ല ഇത് കുഷ്യനിൽ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.